നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ ടീമിൽ തന്നെ ഒരു ഹാർട്ടാണ് നമ്മുടെ സ്യൂസ്റ്റോം അഥവാ നമ്മുടെ ഇൻവിസിബിൾ വുമൺ എന്ന് പറയുന്നത്. നമ്മൾ കൂടുതലും ഈ ഒരു ക്യാരക്ടറിനെ കണ്ടിട്ടുള്ളത് ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ടർ എന്നുള്ള രീതിയിൽ മാത്രമാണ്. പക്ഷേ ഈ ഒരു ക്യാരക്ടർ ഒരു ദിവസം പെട്ടെന്നൊരു വില്ലത്തിയായി മാറി എങ്ങനെ ഇരിക്കും, ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ മാലിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടി ഈ ഒരു ക്യാരക്ടറിന്റെ പവേഴ്സ്, ഒറിജിനും കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മാലിസ് എന്നുള്ളത് ഒരു മൾട്ടിവേഴ്സൽ വേരിയന്റോ അല്ലെങ്കിൽ ഒരു വാട്ട് വേർഷനോ അങ്ങനെയൊന്നുമല്ല. നമ്മുടെ സ്യൂസ്റ്റോമിന്റെ ഉള്ളിലുള്ള ഒരു ഡാർക്ക് ഇമോഷൻസിനെ നമ്മുടെ സൈക്കോമാൻ എന്നുള്ള ഒരു വില്ലൻ ട്രിഗർ ചെയ്ത് പുറത്ത് കൊണ്ടുവരുന്ന സമയത്താണ് നമ്മുടെ ഈ ഒരു സ്യൂസ്റ്റോം ഉള്ളിലുള്ള ആ ഒരു മാലിസ് എന്നുള്ളൊരു ഫോം പുറത്തു വരുന്നത് അല്ലെങ്കിൽ ഉണ്ടാവുന്നതെന്നാണെങ്കിൽ എടുത്ത് പറയാൻ പറ്റും. സിമ്പിളായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ അതായത് സ്യൂസ്റ്റോമിന്റെ മനസ്സിലുള്ള ആ ഒരു നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടല്ലോ, ഇൻസെക്യൂരിറ്റി, ജലസി, ഇങ്ങനെയുള്ള നെഗറ്റീവ് ഇമോഷൻസിനെല്ലാം പുറത്ത് കൊണ്ടുവരുന്ന സമയത്താണ് നമ്മുടെ സ്യൂസ്റ്റോം എന്നുള്ള ഒരു ക്യാരക്ടർ ഇല്ലാതായിട്ട് മാലിസ് എന്നുള്ള ഒരു സംഭവം ഈ ഒരു കൺട്രോളിൽ വരുന്നത്. അപ്പം ഇതാണ് ഈ ഒരു സിമ്പിൾ ഒറിജിൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു ക്യാരക്ടറിന്റെ പവേഴ്സിനകത്തോട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ സ്യൂസ്റ്റോമിന്റെ ഉള്ളിലുള്ള ആ ഒരു പവേഴ്സ് എല്ലാം ഈ ഒരു ക്യാരക്ടറിനകത്ത് കാണാൻ പറ്റും. അല്ലാതെ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി സെപ്പറേറ്റ് പവേഴ്സോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് നമുക്കറിയാം ഫോഴ്സ് ഫീൽഡ് എന്നുള്ളൊരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട് സ്യൂസ്റ്റോം എപ്പോഴും ഉപയോഗിക്കുന്നത്. റീസെന്റ് വന്നിട്ടുള്ള പടത്തിനകത്ത് നമ്മുടെ ഗാലാക്ടസിനെയൊക്കെ പിടിച്ച് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ക്യാരക്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു പവറാണ് ഫോഴ്സ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പം ഈ ഒരു സാധനം വെച്ചിട്ട് നമ്മുടെ സ്യൂസ്റ്റോം ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഷീൽഡ് ക്രിയേറ്റ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യാനും പരിപാടിക്കൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ നമ്മുടെ മാലിസിന്റെ ഫോമിലോട്ട് ആയിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ വെപ്പണായിട്ട് ഇത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരാളുടെ ബോഡിക്കുള്ളിലൊക്കെ പോയിട്ട് ഓർഗൻസ് ഒക്കെ വരെ ക്രഷ് ചെയ്ത് കളയുന്ന രീതിയിൽ അത്ര ഡാർക്കർ ഫോമിൽ ഈ ഒരു പവർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഇൻവിസിബിൾ വുമന്റെ മെയിൻ പവറാണ് ഇൻവിസിബിൾ എന്നുള്ള ആ ഒരു കഴിവ്. അപ്പം ആ ഒരു പവറിനെ നമ്മൾ സ്യൂസ്റ്റോം യൂസ് ചെയ്തിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് എനിമീസിന്റെ ഫ്രണ്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മാലിസിന്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ സർപ്രൈസ് അറ്റാക്കിന് വേണ്ടിയിട്ടാണ് ഇത് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പവർ യൂസ് ചെയ്ത് തീർച്ചയായിട്ടും ഓൾറെഡി ഓപ്പോസിറ്റ് വരുന്നിട്ടുള്ള ക്യാരക്ടേഴ്സിന് അറ്റാക്ക് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതായത് അറ്റാക്ക് എന്ന് ഉദ്ദേശിച്ചത് കയറി അടിക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെ ഒരു സംഭവം നമ്മുടെ ഈ ഒരു മാലിസ് കൂടുതലും ചെയ്യുന്നുണ്ട്. പിന്നീട് ബാറ്റിൽ ഫീൽഡ് കൺട്രോൾ, അതായത് നമ്മുടെ ഈ ഒരു ക്യാരക്ടർ ഈ ഒരു ഫോഴ്സ് ഫീൽഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു പവർ യൂസ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഫോമിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സിറ്റി തന്നെ കൺട്രോൾ എടുത്തിട്ട് മൊത്തം നശിപ്പിക്കാൻ്റെ ഒരു പൊട്ടൻഷ്യൽ ലെവൽ വരെ ഈ ഒരു ക്യാരക്ടറിന് വന്നിട്ടുണ്ട്. അതായത് മൾട്ടിപ്പിൾ എനിമീസിനെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാനും ഈ ഒരു പവർ യൂസ് ചെയ്തിട്ട് നമ്മുടെ മാലിസ് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ ഒരു ക്യാരക്ടറിന്റെ പേഴ്സണാലിറ്റിയിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം, അതായത് ഇമോഷൻസ് എന്നുള്ള കാര്യത്തിൻ്റെയൊക്കെ ഒരു ഓപ്പോസിറ്റ് വെർഷനാണ്. അപ്പം നമ്മുടെ മേഴ്സി അല്ലെങ്കിൽ ലവ് എന്നുള്ളൊരു സാധനം ഈ ഒരു ക്യാരക്ടറിനില്ല. അതുകൊണ്ട് ഓപ്പോസിറ്റ് വരുന്നത് നമ്മുടെ റീറിച്ചാർഡ്സ് ആണെങ്കിൽ പോലും കയറി അറ്റാക്ക് ചെയ്തിരിക്കും. അപ്പോൾ അത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വേർഷനാണ് നമ്മുടെ മാലിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എല്ലാ വില്ലന്മാർക്കും അല്ലെങ്കിൽ എല്ലാ ഹീറോസിനും ഉള്ള ഒരു സംഭവം തന്നെയാണ് വീക്ക്നെസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മാലിസിന്റെ സൈഡിലോട്ട് വരുവാണെങ്കിൽ മാലിസിന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറയുന്നത് ഉള്ളിലുള്ള സ്യൂസ്റ്റോം തന്നെയാണ്. അതായത് ഇമോഷണൽ മെമ്മറീസ് ട്രിഗർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മാലിസിന്റെ ആ ഒരു കൺട്രോൾ ഭയങ്കരമായിട്ട് വീക്കായിട്ട് നമ്മുടെ സ്യൂസ്റ്റോം പഴയ ഫോമിലോട്ട് തന്നെ വരും. അപ്പോൾ നമ്മൾ കാണുന്ന ഓരോ സൂപ്പർ ഹീറോസും ഡേഞ്ചർ ആകുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു സൂപ്പർ പവേഴ്സ് കൊണ്ടല്ല അവർ ഡേഞ്ചർ ആവുന്നത്. അതായത് അവരുടെ ആ ഒരു മൈൻഡ് കൺട്രോൾ എപ്പോൾ പോകുന്നു അപ്പോൾ അവർ തീർച്ചയായിട്ടും ഈവിൽ ആവുമെന്ന് തെളിയിച്ചു തരുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ മാലിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇൻവിസിബിൾ വുമന്റെ ആ ഒരു മൈൻഡ് കൺട്രോൾ പോകുന്ന ആ ഒരു നിമിഷത്തിലാണ് നമ്മുടെ മാലിസ് എന്നുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാകുന്നത്, സിമ്പിളി എടുത്ത് പറയാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നുണ്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ഇതേപോലെയുള്ള പുതിയ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഡാർക്കർ ഫോമിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.